ഈ രാത്രി നമ്മൾ പോകുന്നവരും ഇത് എങ്ങോട്ടാന്നല്ലേ? വെറുതെ ഇങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴേ അമ്മ വന്ന് പറഞ്ഞു നമുക്കൊന്ന് ഓച്ചറ വരെ പോയാലോ എന്ന്. അങ്ങനെ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാട്ടോ നമ്മൾ ഇറങ്ങി. സത്യത്തിൽ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ എന്റെ സ്റ്റഡി ലീവിൽ വന്നപ്പോഴാട്ടോ എടുത്തേ. അത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 1-ാം തീയതി എന്തോ ആട്ടോ നമ്മൾ ഈ പോയത്. ആദ്യം തന്നെ നമ്മൾ ഗണപതി അപ്പന്റെ അടുത്തേക്കാണ് വന്നത്. ഗണപതിയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറിയൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ഇത് വൃശ്ചിക മാസം ആയതുകൊണ്ട് ഓച്ചറയിൽ ഇപ്പൊ 12 വിളക്ക് നടക്കാണ്. അപ്പൊ അത് പ്രമാണിച്ച് ഓച്ചറയിൽ ഒരുപാട് കടകളും ഒരുപാട് ആൾക്കാരും ഒക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ. ഈ ഒരു അമ്പലത്തിൽ വരുമ്പോ എന്താണെന്നറിയില്ല, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ ഞാൻ നന്ദികേശന്റെ അടുത്തേക്ക് പോയട്ടോ. എക്സാം ഒക്കെ അല്ലേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് എഴുന്നേക്കാണ്. പിന്നെ ഇത് ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇവരിത് എന്താ ചെയ്യുന്നതെന്ന്. കുറച്ചു കഴിഞ്ഞ് സൂക്ഷിച്ചു നോക്കിയപ്പോഴേ കണ്ടത് ഇവര് ടാറ്റു അടിച്ചു കൊടുക്കുക. ഓച്ചറയിൽ ഈ വൃശ്ചിക മാസത്തിൽ കച്ചവടത്തിനായി എത്തുന്ന കൂടുതൽ പേര്, അതായത് ഒരു 85% ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ആണ്. ഓച്ചറ വല്യച്ഛനെ കാണാൻ കയറുന്നതിന് മുന്നായിട്ട് ഇവിടെ ഒരു കാള ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ആ കാളയെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറാറുണ്ട്. പരബ്രഹ്മ മൂർത്തിയാണ് നമ്മൾ ഈ ഓച്ചറ വല്യച്ഛൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ മനുഷ്യരൂപങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അത് വാങ്ങി നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോ വേദനകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറുന്ന കേട്ടോ ഇവിടുത്തെ വിശ്വാസം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നക്ഷത്രവനത്തിലേക്കാണ് എത്തിയത്. ഇവിടെ നമ്മളെ നാളുകൾ അനുസരിച്ച്, അതായത് നമ്മളെ നക്ഷത്രങ്ങൾ അനുസരിച്ച് ഏതൊക്കെ മരവാന്നൊക്കെ ആട്ടോ കാണുന്നത്. എന്റെ നക്ഷത്രം തിരുവാതിരയാണ്. എന്റെ മരം എന്താ കരിമരമായിരുന്നു കേട്ടോ. പിന്നെ ഈ മരങ്ങളുടെ ഇടയിലൂടെ ഒക്കെ നടക്കാൻ നല്ല രസമാണ്. നല്ല തണുത്തൊരു ഫീൽ ആട്ടോ ഇളം കാറ്റാറിന് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഭക്തന്മാരുടെ പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയേ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ അമ്മ പറഞ്ഞാൽ നമുക്കൊരു ഐസ്ക്രീം കുടിച്ചാലോ എന്ന്. ഐസ്ക്രീം കുടിക്കാന്നും പറഞ്ഞ കടയിൽ കയറിയിട്ട് അമ്മ കുടിച്ചില്ല, എനിക്കാണെ വാങ്ങി തന്നെ. അങ്ങനെ ഒരു ഓരോയുടെ ഐസ്ക്രീം ഒക്കെ കുടിച്ച് ഞാൻ പോവാണ്. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോ അച്ഛൻ പറഞ്ഞു നമുക്കത് വാങ്ങാൻ. അങ്ങനെ നമ്മൾ അത് വാങ്ങിയിട്ട് എല്ലാവരും കൂടി കഴിച്ച് അങ്ങനെ നടക്കാണ്. ഈ വൃശ്ചിക മാസത്തിൽ ഓച്ചറയിൽ വന്ന എന്താ ഗുണം എന്നല്ലേ, ഇതൊക്കെ കണ്ടില്ലേ. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. അതുകൊണ്ട് ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങനെ നടക്കാണ്. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.